അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നാളെ നടക്കുന്ന 5ാം ക്ലാസ്സിലെ താരീഖ് ചോദ്യപേപ്പറും ഉത്തരങ്ങളുമാണ് നിങ്ങളെ കാണിക്കുന്നത്. ഇവിടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറായി തെരഞ്ഞെടുത്തിരിക്കുന്നത് 2024-25 വർഷത്തിൽ നടത്തിയ പരീക്ഷയുടെ പേപ്പറാണ്. ഒന്നാമത്തത് യോജിച്ചവ ചേർക്കാം. ഹിജ്റ 8ാം വർഷം, മക്ക വിജയം. 2 മുസ്ലിങ്ങളുടെ സഖ്യകക്ഷി ഖുസാന ഗോത്രക്കാർ. 3 ഖുറൈശികളുടെ സഖ്യകക്ഷി ബനു ബക്കർ ഗോത്രക്കാർ. 4 ഹിജ്റ 7ാം വർഷം, ഖൈബർ ഉപരോധം. 5 ഉഹദ് യുദ്ധമുണ്ടായത് ശവ്വാൽ മാസം 15-നാണ്. 6 ഉഹദിൽ ഷഹീദായി ഹംസ റളിയല്ലാഹു അൻഹു. 7 വമൻ അഹ്ലക അൻഹു ബാബഹു ഫഹുവ ആമിനുൻ. ഇനി രണ്ടാമത്തെ ടൈപ്പ് ചോദ്യം എണ്ണം എഴുതാം. ബദറിൽ ശത്രുപക്ഷത്ത് ഉണ്ടായിരുന്ന അങ്കികള് 600. 2 ഖൈബറിൽ യഹൂദികളിൽ നിന്ന് കൊല്ലപ്പെട്ടവർ 93. 3 ഖൈബറിൽ സ്വഹാബികളിൽ നിന്ന് ഷഹീദായവർ 15. 4 ഖന്തക്കിൽ കിടങ്ങു കീറിയ സ്വഹാബികളുടെ എണ്ണം 3000. 5 ഉഹദിൽ ശത്രുക്കളിൽ നിന്ന് കൊല്ലപ്പെട്ടവർ 23. ഇനി മൂന്നാമത്തെ ടൈപ്പ് ചോദ്യം ഉഹദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിരസിന് മുറിവേൽക്കുകയും മുൻപല്ല് പൊട്ടുകയും ചെയ്തു. അബൂ ജഹലിനെ പോലെയുള്ള ശത്രു പ്രമുഖരുടെ നിലപാടാണ് ബദ്ർ യുദ്ധം അനിവാര്യമാക്കിയത്. 3 ശത്രുക്കൾ സംഘടിതമായി വന്നതിനാൽ ഖന്തക്കിന് അഹ്സാബ് എന്നും പേരുണ്ട്. 4 ഹിജ്റ 6ാം വർഷം ദുൽഖഅദ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറ ചെയ്യാൻ ആഗ്രഹിച്ചു. 5 ഹിജ്റ 2ാം വർഷം സഫർ മാസത്തിലാണ് പ്രതിരോധത്തിനുള്ള അനുവാദം ലഭിച്ചത്. 4ാമത്തെ ചോദ്യം ഉത്തരം എഴുതാം. 1 മക്കയിൽ നിന്ന് എത്ര മൈൽ അകലെയാണ് ഹുദൈബിയ? 50. 2 ഖൈബറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സഹാബികളെയും കണ്ട യഹൂദികൾ എന്ത് ചെയ്തു? അവരുടെ കോട്ടകളിൽ അഭയം തേടി മുസ്ലിങ്ങൾക്ക് നേരെ അമ്പെയ്ത് കൊണ്ടിരുന്നു. 3 മക്ക വിജയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈന്യത്തെ 2 വിഭാഗമാക്കി. എവിടെ വെച്ച്? ദീ തുവയിൽ വെച്ച്. 4 ബദറിൽ ദരിദ്രരായ തടവുകാരിൽ ചിലർ മോചനം നേടിയത് എങ്ങനെയായിരുന്നു? 10 പേർക്ക് വീതം എഴുത്തും വായനയും പഠിപ്പിച്ചു കൊടുക്കുക എന്ന വ്യവസ്ഥയിൽ. 5 ഹുദൈബിയ കരാർ മൂലം മുസ്ലിങ്ങൾക്ക് ഉണ്ടായ നേട്ടങ്ങൾ എന്തെല്ലാം? അവർക്ക് നിർഭയം ഖുറൈശികളുമായി ഇടകലരാനും അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനും കഴിഞ്ഞു. 5 വ്യക്തമാക്കാം 2 കാര്യങ്ങൾ. 1 ഹുദൈബിയ കരാറിലെ വ്യവസ്ഥകൾ. 1 മുസ്ലിങ്ങൾ ഇപ്പോൾ മക്കയിൽ പ്രവേശിക്കരുത്, മദീനയിലേക്ക് തന്നെ മടങ്ങുക. 2 അടുത്ത വർഷം ഉംറ നിർവഹിക്കാം, 10 വർഷം പരസ്പരം യുദ്ധം പാടില്ല. 6 പൂരിപ്പിക്കാം. വഖുൽ ജാഹൽ ഹഖു വസഅക്കൽ ബാത്തിലു ഇന്നൽ ബാത്തില കാന സഊക. നാളെ നടക്കുന്ന പരീക്ഷയ്ക്ക് എല്ലാവർക്കും ഉന്നതമായ വിജയം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.